ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോകളിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോട്ടോ റീടച്ചിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട 4 മെത്തേഡുകൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പിന്റെ ഏറ്റവും പുതിയ വെർഷൻ ആണെങ്കിൽ ഇതേപോലെ റിമൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൂൾ കൂടെ അവൈലബിൾ ആണ്. ആ ടൂൾ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതേപോലെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് 2022 വെർഷനാണ്. അതിൽ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഫോട്ടോഷോപ്പിൻ്റെ AI മുതലുള്ള വെർഷനിലൊക്കെയാണ് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ആ ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മറ്റു 4 മെത്തേഡുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഫോട്ടോയിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. അത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹീലിംഗ് ബ്രഷ് ടൂൾ അതേപോലെ തന്നെ 3-4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ നിന്നും ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഷ് ഒരുപാട് ചെറുതായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് വലുതാക്കാനും ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ചെറുതാക്കാനുമുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ ബ്രഷ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ആക്കിയതിന് ശേഷം ഏതൊരു ഭാഗമാണോ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് അവിടെ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോയിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഡോട്ട് റിമൂവ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡോട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഡോട്ടും നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ എലമെൻറ്റുകളൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടന്റ് അവെയർ ഫില്ലാണ്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏതൊരു ഭാഗമാണോ നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന ടൂൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന ടൂൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലാസോ ടൂൾ എന്ന ടൂൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ മുഴുവനായിട്ടും മാർക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്നതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടന്റ് അവെയർ ഫില്ല് എന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. അതിൽ ആ ഒരു ഇമേജ് റിമൂവ് ആയതിനു ശേഷം എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ഒരു തംബ്നെയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അപ്ലൈ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഭാഗം കറക്റ്റായിട്ട് റിമൂവ് ആയി കിട്ടുന്നതാണ്. ഇനി ഈ സെലക്ഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+D എന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവുന്നതാണ്. നമ്മുടെ ഫോട്ടോയിൽ നിന്നും ആ ഭാഗം കറക്റ്റായിട്ട് റിമൂവ് ആയിക്കൊണ്ട് ആ ഭാഗം ഒന്ന് ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് പാച്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഞാൻ മറ്റൊരു ഫോട്ടോയിലായിട്ട് കാണിക്കാൻ പോവാണ്. അതായത് ഈ ഗ്ലാസ്സിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിലേക്ക് പോകുന്നു. ശേഷം ഈ ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് പാച്ച് ടൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പാച്ച് ടൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് ആ ഏരിയ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പാച്ച് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഏതാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്തുള്ള കളർ ഈ ഭാഗത്തേക്ക് കൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ടൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കളർ മുകളിലോട്ടും വന്ന് അവിടെ ഫില്ലാകുന്നതാണ്. ഞാൻ ഈ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് വലിച്ചു വെക്കുന്നു. ശേഷം മൗസിൽ നിന്ന് വിരലെടുത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള കളർ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ്. ശേഷം കീബോർഡിൽ Ctrl+D എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ സെലക്ഷൻ ഒഴിവാക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ള ചെറിയ ഒരു കളർ വ്യത്യാസം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഈ കളറിലൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പാച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നു. ശേഷം Ctrl+D എന്ന് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ആ ഫോട്ടോ നമ്മുടെ ഗ്ലാസ്സിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എന്നൊരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്നു.
ശേഷം നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ബട്ടണും, കുറക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ എത്തിക്കുന്നു. ഈ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള എലമെൻറ്റുകൾ കോപ്പി ചെയ്ത് ഇവിടെ കൂടെ അപ്ലൈ ചെയ്ത് ഈ ഏരിയ ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം ഒന്ന് കോപ്പി ചെയ്യുന്നു. ഈ ഭാഗത്ത് മൗസ് വെച്ചതിന് ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് കോപ്പി ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഓൾട്ടിൽ നിന്നും മൗസിൽ നിന്നും വിരലെടുത്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ മൗസ് ഈ ഏരിയയിലേക്ക് കൊണ്ടുപോയി നോക്കി കഴിഞ്ഞാൽ ഒരു കോപ്പി അതിനോട് കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം എവിടെയാണോ അത് കറക്റ്റായിട്ട് മാച്ച് ആവുന്നത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഏരിയകൾ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 4ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ 4 മെത്തേഡുകളും ഫോട്ടോ റീടച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടൂളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.